കേരളത്തിൽ പയ്യന്നൂരിൽ ഇഷ്യൂണ്ട്. പയ്യന്നൂരിലെ ജില്ലാ കമ്മിറ്റി അംഗത്തിനെതിരെ ഇപ്പോൾ പുറത്താക്കിയിരിക്കുകയാണ്. ഒരു സംഘർഷത്തിലേക്ക് പോകുന്നു. വേറൊരു ഒഞ്ചിയമായിട്ട് ഇത്തരത്തിലേക്ക് അത് വളരാനുള്ള സാധ്യത പാർട്ടി കാണുന്നു. കേരളത്തിലെ പാർട്ടി സംസ്ഥാന കമ്മിറ്റി കൈകാര്യം ചെയ്യുന്നൊരു വിഷയമാണ്. അവരത് ഫലപ്രദമായി കൈകാര്യം ചെയ്യും. ഓഞ്ചിയത്തെ പയ്യന്നൂരിനോട് താരതമ്യപ്പെടുത്തേണ്ട ആവശ്യമൊന്നുമില്ല. കേരളത്തിലെ പാർട്ടിക്ക് ഫലപ്രദമായി ഈ വിഷയം ജനങ്ങളെ വിശ്വാസത്തിലെടുത്തുകൊണ്ടും പാർട്ടി അംഗങ്ങളെ ആകെ വിശ്വാസത്തിലെടുത്തുകൊണ്ടും കൈകാര്യം ചെയ്യാൻ കഴിയുമെന്നാണ് പാർട്ടി കേന്ദ്ര ബന്ധപ്പെട്ട കണക്കുകൾ അത് പുറത്തു വിടേണ്ടതല്ലേ? കാരണം അത് പാർട്ടി പ്രവർത്തകരിൽ നിന്ന് മാത്രമല്ല പിരിച്ചത്, അല്ലെങ്കിൽ പൊതുജനങ്ങളിൽ നിന്ന്, അല്ലെങ്കിൽ ആഭിമുഖ്യമുള്ളവർ പോലും അതിന് സംഭാവന കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കണക്കുകളൊക്കെ പൂർണ്ണമായിട്ട് പുറത്തു വിടേണ്ടത്. പാർട്ടി ഫണ്ടുമായി ബന്ധപ്പെട്ട് പാർട്ടിയെ സംശയിക്കേണ്ട യാതൊരു സാഹചര്യവും ഒരിടത്തില്ല. പാർട്ടി ഫണ്ടുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പോരായ്മകളുണ്ടെങ്കിൽ പാർട്ടി അപ്പം തക്ക നടപടിയെടുക്കും. ഇപ്പോൾ കഴിഞ്ഞ പാർട്ടി കേന്ദ്ര കമ്മിറ്റി തന്നെ ഒരു സംസ്ഥാനത്ത് പാർട്ടി ഫണ്ടുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ശക്തമായ ശിക്ഷാ നടപടി കൈക്കൊള്ളുകയുണ്ടായി. അത് കേരള സംസ്ഥാന കമ്മിറ്റിയിൽ ഞാനാണ് റിപ്പോർട്ട് ചെയ്തത്. അപ്പം ഇക്കാര്യങ്ങൾ വളരെ സൂക്ഷ്മമായിട്ട് പരിശോധിച്ച് ആവശ്യമുള്ള സ്ഥലത്ത് തിരുത്തൽ നടപടികൾ എടുക്കാൻ പാർട്ടി തന്നെ, CPIM തന്നെ വളരെ ശ്രദ്ധയോടുകൂടി കൈകാര്യം ചെയ്യാറുള്ളതാണ്. അതുകൊണ്ട് ഇതിനെക്കുറിച്ച് തൽക്കാലം ചില സംശയങ്ങൾ പാർട്ടിയുടെ ഒരു ജില്ലാ കമ്മിറ്റി അംഗം ചില ആരോപണങ്ങൾ ഉന്നയിച്ച സാഹചര്യത്തിൽ പൊതുസമൂഹത്തിലുണ്ടാകും. പക്ഷെ പാർട്ടിക്കുള്ളിൽ ഇതിനെ സംബന്ധിച്ച് യാതൊരു സംശയമില്ല. കാര്യം ഇക്കാര്യങ്ങളെല്ലാം വളരെ സുതാര്യമായിട്ടാണ്, കർക്കശമായിട്ടാണ് പാർട്ടി കൈകാര്യം. പക്ഷെ അദ്ദേഹത്തിന്റെ വീടിന് മുന്നിലേക്ക് പ്രതിഷേധ പ്രകടനം അദ്ദേഹത്തെ ഭീഷണിപ്പെടുത്തുന്നു, അത്തരം കാര്യങ്ങളൊക്കെ മാറി നിൽക്കേണ്ടതില്ല. അല്ലെങ്കിൽ ഇപ്പോൾ BJP യോ കോൺഗ്രസോ ഒക്കെ ഇതിൽ MLA-ക്കെതിരെ പ്രകടനം നടത്തുമ്പോൾ അവരെ ആക്രമിക്കുന്നു. അങ്ങനെ ഒരു ക്രമസമാധാന പ്രശ്നമായിട്ട് കൂടി ഇത് മാറിയിട്ടുണ്ട് നാട്ടിൽ. അല്ല, അത് കേരളത്തിലെ പോലീസിന് എന്ത് ക്രമസമാധാന പ്രശ്നവും വളരെ തന്മയത്വത്തോടു കൂടി കൈകാര്യം ചെയ്യാൻ കഴിയും. ഒരു പ്രശ്നവും ഉണ്ടാവില്ല. ആൾക്ക് പ്രതിഷേധിക്കാൻ അവകാശമുണ്ട്. എന്നാൽ അത് നമ്മുടെ സമൂഹം അംഗീകരിക്കുന്ന പൊതു ക്രമസമാധാന ചട്ടങ്ങൾക്കുള്ളിൽ നിന്നുകൊണ്ട് വേണം. അത് പരിഹരിക്കാൻ കഴിയാത്തോ കൈകാര്യം ചെയ്യാൻ കഴിയാത്തോ ആയിട്ടൊരു വിഷയമേ അല്ല. ഇക്കാര്യത്തിലൊരു ആഹ്വാനം കൊടുത്തൂടെ ഇത്തരത്തിലുള്ള പ്രതിഷേധങ്ങൾ ഒഴിവാക്കാൻ? എങ്ങനെ പാർട്ടി പ്രവർത്തകർ ഇത്തരത്തിൽ നടപടിയെടുത്ത ഒരാൾക്കെതിരെ നടത്തുന്ന പ്രതിഷേധങ്ങളെ അത് കേരളത്തിൽ കൈകാര്യം ചെയ്യേണ്ട ഒരു വിഷയമാണ്. എന്താണ് അവിടെ യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത്, അതിൻ്റെ എല്ലാ വിശദാംശങ്ങളും അറിഞ്ഞുകൂടാ. അവിടുത്തെ ആളുകൾ, സ്റ്റേറ്റ് സെക്രട്ടറിയും ജില്ലാ സെക്രട്ടറിയും അത് സംബന്ധിച്ച് വിശദീകരിക്കുന്നതായിരിക്കും. പൊതുസമൂഹത്തിനുണ്ടായിരിക്കുന്ന ഒരു അവ്യക്തത അത് നീക്കുന്നതിനുള്ള ഇടപെടലുണ്ടാവും. അതായത് ഈ മാധ്യമങ്ങളിലൂടെല്ലാം വന്ന റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ ഇതിനെക്കുറിച്ച് പലതരത്തിൽ വ്യാഖ്യാനങ്ങളുണ്ട്, ആഖ്യാനങ്ങളുണ്ട്. അത് സംബന്ധിച്ച് ജനങ്ങൾക്ക് എന്ത് സംശയമുണ്ടെങ്കിലും അത് അനായാസേന ദൂരീകരിക്കാൻ പാർട്ടിക്ക് കഴിയും, പാർട്ടിയുടെ കേരള സംസ്ഥാന നേതൃത്വത്തിന് കഴിയും. തെരഞ്ഞെടുപ്പ് അടുക്കവേ വളരെ ഗുരുതരമായിട്ടുള്ള ആരോപണമായിട്ട് തന്നെയാണ് ഇപ്പൊ ജില്ലാ കമ്മിറ്റി അംഗം ഇത്തരത്തിൽ പറഞ്ഞത്. അദ്ദേഹത്തെ പുറത്താക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പം സത്യം വിളിച്ചു പറയുന്ന ആളുകളെ പുറത്താക്കുന്നതാണോ പാർട്ടി നയം എന്നാണ് പ്രതിപക്ഷമൊക്കെ ചോദിക്കുന്നത്. അല്ല, ഈ പറഞ്ഞത് പാർട്ടി ഇതിനെക്കുറിച്ച് നൽകുന്ന വിശദീകരണം സത്യമല്ല. പാർട്ടിയിലുള്ള ഒരു വ്യക്തി പറഞ്ഞതാണ് സത്യം എന്ന നിലയിലേക്ക് കാണണ്ട. അദ്ദേഹം തന്നെ ഈ പാർട്ടി കമ്മിറ്റികളിൽ പങ്കെടുക്കുകയും ഇതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ഉന്നയിച്ച ആരോപണങ്ങളെക്കുറിച്ച് അന്വേഷിക്കാൻ ഒരു സംഘടനാ സംവിധാനം ഉണ്ടാക്കിയിരുന്നു. അതിൻ്റെ റിപ്പോർട്ട് അവിടെ സമർപ്പിച്ചു. ഞാൻ മനസ്സിലാക്കുന്നത് അദ്ദേഹം തന്നെ പങ്കെടുത്ത കമ്മിറ്റിയിൽ പാർട്ടി സംസ്ഥാന സെക്രട്ടറി സഖാവ് ഗോവിന്ദൻ മാസ്റ്ററും കൂടി പങ്കെടുത്തിട്ട് വിശദീകരിച്ചതാണ്. അത് അദ്ദേഹം ആ കമ്മിറ്റി യോഗത്തിൽ ബോധ്യപ്പെട്ടു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കേരളത്തിൽ ഞാൻ ഉണ്ടായിരുന്നപ്പോൾ അന്വേഷിച്ചപ്പോൾ. അപ്പം അതിനുശേഷമാണ്, ഇതിനൊക്കെ ശേഷമാണ് ഈ പുതിയൊരു ഡെവലപ്മെൻ്റ് ഉണ്ടായിരിക്കുന്നത്. അതിൻ്റെ പിന്നിൽ എന്തൊക്കെയാണുള്ളതെന്നുള്ളതും കൂടുതൽ പരിശോധിക്കാവുന്നതാണ്. പക്ഷേ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഈ കണക്കുകളെക്കുറിച്ച് പാർട്ടിക്കുള്ളിൽ ഒരു ആശയക്കുഴപ്പം ഉണ്ടാകേണ്ട കാര്യമില്ല. കാര്യം പാർട്ടിയിലൊരു സംവിധാനമുണ്ട്. കഴിഞ്ഞ കേന്ദ്ര കമ്മിറ്റിയും അതിനെ തുടർന്ന് സംസ്ഥാന കമ്മിറ്റിയും ഈ കണക്കുകൾ മുഴുവൻ സൂക്ഷ്മമായി കുറ്റമറ്റ രൂപത്തിൽ നിലനിർത്തേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് പാർട്ടി ഒരു റിപ്പോർട്ട് സമർപ്പിക്കുകയുണ്ടായി. ഇങ്ങനെ ജില്ലാ കമ്മിറ്റി അംഗം ഒരു വിമർശനം ഉന്നയിക്കും, പത്രസമ്മേളനം നടത്തുമെന്നൊന്നും മുൻകൂട്ടി കണ്ടിട്ടല്ല. ജനുവരി 16, 17, 18 തീയതികളിലാണ് കേന്ദ്ര കമ്മിറ്റി നടന്നത്. ആ കേന്ദ്ര കമ്മിറ്റിയിൽ അവതരിപ്പിച്ച ഒരു രേഖ എങ്ങനെ പാർട്ടിയുടെ എല്ലാ തലങ്ങളിലുമുള്ള കണക്കുകൾ വളരെ കൃത്യമായി സൂക്ഷ്മമായി പരിപാലിക്കണം എന്നുള്ളതാണ്. കാരണം ഇപ്പോൾ ഗവൺമെൻറ്റിനും അത് സമർപ്പിക്കേണ്ടതുണ്ട് ആ കോണ്ടെക്സ്റ്റിൽ. അപ്പോൾ ഇക്കാര്യങ്ങളിൽ മറ്റു പാർട്ടികളിൽ നിന്ന് വ്യത്യസ്തമായി വളരെ കൃത്യമായ ഒരു പ്രവർത്തന രീതി, കണക്കുകൾ സൂക്ഷിക്കുന്ന രീതി, പാർട്ടി കമ്മിറ്റികൾ കണക്കുകൾ കാലാകാലങ്ങളിൽ അവതരിപ്പിക്കുന്ന രീതി, ഇതെല്ലാം കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ്